നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞല്ലോ. അയോധ്യ ക്ഷേത്രത്തിന് ശേഷമുള്ള ഇന്ത്യ, അതിന് മുമ്പുള്ള ഇന്ത്യ, അത് രാഷ്ട്രീയ നിരീക്ഷകരിൽ വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വന്ന ഒരു ശ്രദ്ധേയമായ പ്രയോഗം രണ്ടുപേരിൽ നിന്നാണ്. ഒന്ന്, ത്രേതായുഗം വീണ്ടും ഭവിച്ചിരിക്കുന്നു എന്ന മട്ടിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കുറേ കൂടി ക്ലാരിറ്റി വരുത്തുന്ന മട്ടിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രാമരാജ്യം പുലർന്നിരിക്കുന്നുവെന്നോ സമാനമായ ഒരു അർത്ഥം വരുന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെയായിരിക്കും എങ്കിൽ എന്താണ് TG ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി കാണുന്ന ഒരു പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ എന്ന നിലയിൽ ഈ രാമരാജ്യ പ്രയോഗം, അതിൻ്റെ പ്രയോഗവും അതിൻ്റെ സാധ്യതയും TG എങ്ങനെ കാണുന്നു? പക്ഷേ ഇതേ അന്നത്തെ പ്രസംഗങ്ങൾ കുറച്ചൊരു ആവേശം തുളുമ്പുന്ന പ്രസംഗങ്ങളായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇതിൽ ഹിന്ദു മനസ്സുകൾക്ക് സംഭവിച്ച ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഒരു സിവിലൈസേഷണൽ വൂണ്ട് അത് മറച്ച് അത് കളഞ്ഞ് ഡ്രസ്സ് ചെയ്ത് വൃത്തിയാക്കി കുറച്ച് ഭാഗം ഒന്ന് ശരിയാക്കുന്ന ഒരു ഫീലിംഗ് ഹിന്ദുക്കൾക്കുണ്ടാകും. ഹിന്ദു സിവിലൈസേഷൻ ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് വൂണ്ടഡ് സിവിലൈസേഷൻ, വൺ ഓഫ് ദ മോസ്റ്റ് വൂണ്ടഡ് സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ്. കാരണം തൈമൂർ, ചെങ്കിസ് ഖാൻ, താർത്താരികൾ, ഹൂണന്മാർ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ആരൊക്കെ വന്ന് കടവിറങ്ങിടുകയില്ല. എല്ലാവരും ഈ സിവിലൈസേഷനെ മുറിപ്പെടുത്തുകയും ചെയ്തു. വെറും സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയല്ല. അതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ശരി പോയത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതങ്ങനെയല്ല. കൊള്ളയടിക്കുന്നവർ ഈ കൊള്ളയടിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളിയാക്കുക. ആൻഡ് ടു ഷോ ദെയർ സുപ്രീമസി, ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തന്നെ ആ പള്ളിയുടെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ഒരു സമൂഹത്തിന് സഹിക്കാവുന്നതിനപ്പുറമാണ്. ഒരു കോൺഫിഡൻസിനെ, ഒരു സ്വത്വത്തിനെയൊക്കെ ബാധിക്കുന്ന. അതെ, സാറ് 10 രൂപ എൻ്റെ പോക്കറ്റ് അടിച്ചു, ആൾക്കൂട്ടത്തിൻ്റെ മറിഞ്ഞ് ഞാൻ പോട്ടെ, അതിൻ്റെ പിന്നാലെ ഓടണ്ട. പക്ഷേ അതുപോലെയല്ല സാറിൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടുന്നത്. പണമാണ് സാറിന് ആവശ്യമെങ്കിൽ അലമാരി ഇരിക്കുന്ന പണവും സ്വർണ്ണം എടുത്തുകൊണ്ട് പോയാൽ മതി. ഈ വീടിൻ്റെ അസ്ഥിവാരം തോണ്ടേണ്ട കാര്യം എന്താ? അപ്പം അത് സാംസ്കാരികമായിട്ട് സാറിൻ്റെ അധിനിവേശം, നീ എൻ്റെ കീഴിലാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ മാത്രമല്ല, നിൻ്റെ ദൈവങ്ങൾ, നിൻ്റെ സംസ്കാരം മൊത്തം എൻ്റെ ചവിട്ടടിയിലാണ്. ഇതിനാണ് ഈ ക്ഷേത്രങ്ങൾ എന്നുള്ള സിംബൽസ് വ്യാപകമായിട്ട് തകർക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഭാഷ നോക്കൂ, പ്രായണ തെക്കേ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ആക്രമണം കുറവായിരുന്നു. ഉണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ്റെയൊക്കെ ബ്രീഫ് പീരീഡിലേക്ക്. തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ നോക്കുന്നു, എത്ര മഹാക്ഷേത്രങ്ങളാണ്, ഭീമാകാരമായ ക്ഷേത്രങ്ങൾ. ചിദംബരം ഇതുപോലെയൊക്കെയുള്ള തമിഴ്നാട്ടിലെ വലിയ ക്ഷേത്രങ്ങൾ. സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളും ഇതുപോലെ ക്ഷേത്രങ്ങൾ വയ്ക്കേണ്ടതല്ലേ? എവിടെയാണ് ക്ഷേത്രങ്ങൾ? ഇല്ല. സാറ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ 100-300 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ക്ഷേത്രം, അത് തന്നെ പലതവണ തകർക്കപ്പെട്ട് വീണ്ടും പുനരുദ്ധരിച്ചൊക്കെ നിൽക്കുന്നു. വേറെ ആർ ദ അതർ ടെമ്പിൾസ്? കേരളത്തിലൊക്കെയാണ് നമുക്ക് അമ്പലം മുട്ടി വഴി നടക്കാൻ മേല. നമ്മുടെ നഗരങ്ങൾ മുഴുവൻ ക്ഷേത്രത്തെ ചുറ്റിയുണ്ടായ നഗരങ്ങളാണ്. വടക്കുംനാഥനെ ചുറ്റി തൃശ്ശൂരിൻ്റെ കേന്ദ്രം വടക്കുംനാഥനാണ്. വൈക്കത്തിൻ്റെ കേന്ദ്രം വൈക്കത്തപ്പനാണ്. എറണാകുളത്തിൻ്റെ കേന്ദ്രം എറണാകുളത്തപ്പനാണ്. ചോറ്റാനിക്കര എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ കേന്ദ്രം ചോറ്റാനിക്കര ദേവിയാണ്. ഇങ്ങനെ സകല വലുതും ചെറുതുമായ പട്ടണങ്ങളുടെ പോലും കേന്ദ്രബിന്ദു ഒരു ക്ഷേത്രമാണ്. പിന്നീട് ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഔട്ട്സൈഡ് വികസിക്കുകയും ഇതൊക്കെ ചെയ്ത് കാണും. എറണാകുളം അതിന് ഉദാഹരണമാണ്. എറണാകുളം ശിവക്ഷേത്രം ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു അറ്റത്തായി പോയി, കായലരികത്ത്. എറണാകുളം എന്ന് പറയുന്നത് അങ്ങ് കാക്കനാട് വരെ പോയി. സ്വാഭാവികമായ വളർച്ചയാണത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുമ്പോൾ കടയും കമ്പോളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു പോകും. ബട്ട് ബേസിക്കലി ഈ സാധനങ്ങളാണ് മൂലബിന്ദുക്കൾ എന്ന് പറയുന്നത്. നദിക്കരയിലൊരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് ചുറ്റും സമാജം,
അങ്ങനെയാണ് ഈ നാഗരികത എന്ന് പറയുന്നത്. ഈ നാഗരികതയെ തകർത്ത സിവിലൈസേഷണൽ ഇഞ്ചുറി, യെസ്, ദാറ്റ് വാസ് ടു മച്ച് ഫോർ ഹിന്ദുസ് ടു. അതെ, അതിൻ്റെ പെയിൻ ഉണ്ടാവും. പക്ഷേ ടി.ജി, നമ്മൾ ചരിത്രത്തിനെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടും സീരിയസ് ആയിട്ടും കാണുന്നവർ എന്നുള്ള നിലക്കായി യഥാർത്ഥത്തിൽ ഈ സിവിലൈസേഷനെ ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക്, ഒരു വൾണറബിളായ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചു കൊടുത്തതിൽ ഇന്ത്യയുടെ ദൗർബല്യങ്ങളില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഞാൻ ദുർബലനാണ്, അതുകൊണ്ടാണ് മാഷ് എന്നെ ആക്രമിക്കുന്നത്. പക്ഷേ അതൊരു അധാർമിക പ്രവൃത്തിയാണ്. ദുർബലന്മാരെ ആക്രമിക്കാം, താൻ ദുർബലനായതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആക്രമിച്ചത് എന്ന് പറയുന്നൊരു ന്യായമാണ്. ന്യായമല്ല സാർ, ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വലിയ സംസ്കൃതിയിലേക്ക്, വലിയൊരു സമ്പന്നതയിലേക്ക് കടന്നു കയറാൻ മഹാരാജാക്കന്മാർ എല്ലാ കാലത്തും അവസരം കാത്തിരിക്കും. അവരെ വിളിച്ചു വരുന്നത് നമ്മുടെ നാട്ടു രാജാക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾക്കിടയിലേക്കാണ് പല വിദേശാക്രമികളും വന്നു കയറിയത്, പലപ്പോഴും ക്ഷണിച്ചു വരുത്തിയതുമാണ്. അറിയാലോ സാർ. അപ്പോൾ അങ്ങനെ ക്ഷണിച്ചു വരുത്തിയത് നമ്മുടെ തന്നെ ദൗർബല്യം കൊണ്ടായിരിക്കുമ്പോൾ അവൻ വന്നത് അവൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും വരവ് അങ്ങനെയാണ്. ഇപ്പോൾ പോപ്പിന് ലോകം മുഴുവൻ കീഴടക്കിയിട്ട് എൻ്റെ കാൽക്കൽ വെക്കുക എന്ന ആഹ്വാനപ്രകാരമാണ് ഈ എക്സ്പെഡീഷൻ അന്ന് സെയിലേഴ്സൊക്കെ വന്നത്, നല്ലൊരു ശതമാനം യൂറോപ്യൻസ് വന്നത്. മുസ്ലിം ചക്രവർത്തിമാരും ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ, ഒന്ന് തീർച്ചയായിട്ടും ദൗർബല്യങ്ങൾ അല്ല, അവരുടെ ഒരു ലക്ഷ്യത്തിന് അപ്പുറത്ത് ഉള്ളവൻ ദുർബലനാണെങ്കിൽ എളുപ്പമാണെന്നല്ലേ. ഇത് അംഗീകരിച്ച ഏക സംഘടന, മാഷി പറഞ്ഞ കാര്യം അംഗീകരിച്ച ഏക സംഘടന എൻ്റെ അറിവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. നമ്മുടെ ദൗർബല്യം കൊണ്ടാണ് ഇവർ കടന്നു വന്നത്. ഒന്ന്, RSS തുടങ്ങുമ്പോൾ ഈ ഡോക്ടർ കേശവൽ ഹെഡ്ഗേവാറിൻ്റെ ചിന്ത, പുള്ളി ഈ മറ്റേ അനുശീലൻ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് വിപ്ലവകാരികളുണ്ടായിരുന്നില്ല. പിന്നീട് മഹർഷിയായി തീർന്ന അരവിന്ദൻ, ഈ ഹെഡ്ഗേവാർ, രാമപ്രസാദ് ബിസ്മിൽ, ഒരു ചെറിയ ഗ്രൂപ്പാണ് അനുശീലൻ സമിതി. അത് ബംഗാളിൽ അവിടെ ഇവിടെയൊക്കെ ബോംബ് വയ്ക്കുക, ഇതൊക്കെ ചെയ്ത് തല്ലും കൊണ്ട് ജയിലിൽ എങ്ങും എത്തിയില്ല. അരവിന്ദൻ പോണ്ടിച്ചേരിയിലേക്ക് പോയി ആത്മീയമായി. രാമപ്രസാദ് ബിസ്മിലിനെ തൂക്കിക്കൊന്നു. ഹെഡ്ഗേവാർ അനാഥനായി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ തിരിച്ച് നാഗ്പൂരിൽ വന്നു. നാഗ്പൂരിൽ വന്നു കഴിഞ്ഞാണ് ഇദ്ദേഹം ഇത് ആലോചിക്കുന്നത്, ഇപ്പോൾ സ്വാതന്ത്ര്യം വേണം ശരി, പക്ഷേ ഇത് നഷ്ടപ്പെടാൻ കാര്യം എന്താ? നഷ്ടപ്പെടാൻ കാര്യം നമ്മുടെ ഒരുമയില്ലാത്തതുകൊണ്ടാണ്. യെസ്, നമ്മളൊരിക്കലും യുണൈറ്റഡ് ആയിരുന്നില്ല. ഒരു സമാജം എന്നുള്ള നിലയ്ക്ക് അന്ന് പുള്ളി ഹിന്ദു സമാജം യുണൈറ്റഡ് ആയിരുന്നെങ്കിൽ ഈ കുഴപ്പം വരുമായിരുന്നില്ല. അതിൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ചേർത്തില്ല? ഈ നാഷണൽ ഹിന്ദു എന്ന് പറയുന്നതിൽ മുസ്ലിമൊക്കെ പെടും, മുസ്ലിം ക്രിസ്ത്യാനിറ്റി. ബട്ട് കോൺസെൻട്രേഷൻ വാസ് ഓൺ റിലീജിയസ് ഹിന്ദുസ്. കാരണം സ്വാഭാവികമായിട്ട് ഒരു റാലിയിങ് പോയിൻ്റ് ആയിട്ട് മാക്സിമം ആൾക്കാരെ കിട്ടാൻ ഹിന്ദു സമാജമാണ് എളുപ്പം, ആൾ കൂടുതലുണ്ട്, മറ്റൊരു കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നഷ്ടപ്പെട്ടത് എന്ത് എന്ന് ഇത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് രാജിയൊന്നും വെച്ചില്ല. ഇദ്ദേഹം മരിക്കുമ്പോൾ 1940 ഹെഡ്ഗേവാർ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വിദർഭ പ്രദേശ് ജനറൽ സെക്രട്ടറിയാണ് ഹെഡ്ഗേവാർ അപ്പോഴും. കാരണം സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അതെ, പുള്ളി സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം പോലെ വനനിയമം ലംഘിക്കുന്ന സമരം ഉണ്ടായിരുന്നു പാരലി. അപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അടുത്ത് കടലൊന്നുമില്ല, ഉപ്പ് കുറുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ വനനിയമം ലംഘിക്കാനായിട്ട് പോയി. ഡോക്ടർ ഹെഡ്ഗേവാർ ഈ സർസംഘചാലക് സ്ഥാനം ഒഴിഞ്ഞു, വേറൊരു പരാജ്പയ് എന്ന ആളിനെ ഏൽപ്പിച്ചു. എന്നിട്ട് വനനിയമം ലംഘിക്കാൻ പോയി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അത് കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അന്ന് കോൺഗ്രസ്, RSS, ഈ CPM, മറ്റേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളുള്ള ആൾക്കാരൊക്കെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ചെയ്യുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ്. അപ്പോൾ പിൽക്കാലത്ത് ഈ RSS 25 മുമ്പ് കോൺഗ്രസ് ലെവലിൽ വലിയ തോതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണോ? ഒരുപാട് പേര്. അതിപ്പോൾ RSSലേക്ക് പിൽക്കാലത്ത് വന്നവർ, RSSുമായിട്ട് സഹകരിച്ചവർ, ഇവരൊക്കെ സാർ നോക്ക്, ഗുരുജി ഗോൾവൽക്കർ എഴുതിയ ആദ്യത്തെ പുസ്തകം അത് വാസ്തവത്തിലൊരു ട്രാൻസ്ലേഷനാണ്, ഒറിജിനാലിറ്റി ഇല്ലാത്ത പുസ്തകം. ട്രാൻസ്ലേഷൻ അല്ല, ബട്ട് നമ്മൾ ഈ ഹെവിലി ഡ്രോൺ എന്നൊക്കെ പറയുമല്ലോ, അതെ അതെ, സാവർക്കറുടെ ജ്യേഷ്ഠൻ്റെ ഒരു പുസ്തകം. അതിനകത്തെ ഐഡിയാസ് അതുപോലെ എടുത്തിരിക്കുന്നു. ഭാഷ അല്ലാതെ പദാനുപത തർജ്ജമയല്ല, ബട്ട് അതൊരു ഒറിജിനൽ തോട്ടുമല്ല. സ്റ്റിൽ
നമ്മുടെ വിഷയം അതല്ല, അത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് ഇരിക്കട്ടെ. അതിന് അവതാരിക എഴുതിയത് കോൺഗ്രസ് നേതാവാണ് MS ആണി എന്ന് പറഞ്ഞിട്ട്. തിലകൻ മരിച്ചതിന് ശേഷം മഹാരാഷ്ട്രയിൽ ലോകനായകൻ അറിയപ്പെട്ടത് MS ആണിയാണ്. കോൺഗ്രസ് നേതാവായിരുന്നു. MS ആണിയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ആ അവതാരികയിൽ ചില കാര്യങ്ങളിൽ ഗോൾവൽക്കറെ നിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. അവതാരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുസ്തകത്തെ പറയുന്ന അവതാരികയല്ല, അത് ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. എനിക്ക് അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഈ ഘട്ടത്തിൽ ഒരു കൗതുകം തോന്നുന്നു. 25 വരെ കോൺഗ്രസിനകത്ത് നിന്ന് പല മണ്ഡലങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്തിയവരിൽ നല്ലൊരു ശതമാനം തന്നെയാണ് 25-ൽ RSS ഉണ്ടാക്കിയപ്പോൾ വന്നത്. അതിനുശേഷം ഉള്ള ഒരു കാലത്താണ് ഒരു പക്ഷേ RSSന് വലിയ തോതിൽ ബ്രിട്ടീഷ് പാദസേവ ചെയ്തുവെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ വന്നൊരു കാലം. 25-ന് ശേഷമുള്ള RSSന്റെ അടുത്ത 20 കൊല്ലം. പ്രശ്നം എന്താണെന്നറിയാമോ? NSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ? ഇല്ല. പക്ഷേ NSSകാർ പങ്കെടുത്തില്ലേ? എടുത്തു. SNDP സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ? ഇല്ല. പക്ഷേ SNDPക്കാർ എത്രയോ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരം. അതുപോലെയാണ് RSSന്റെ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് നായന്മാരുടെ വെൽഫെയറിനാണ്. NSS ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിനല്ല. ഈഴവരുടെ ഉണ്ടാക്കിയ കാലത്ത് ഈഴവരുടെ പോലുമല്ല, എന്ത് വാങ്ങിക്കോട്ടെ, പ്രാക്ടിക്കലി അത് ഈഴവരുടെ ആയിട്ട് മാറും. ഇതാണ് SNDP. അത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അപ്പോൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് കോൺഗ്രസ്മാരാണ്. അതുകൊണ്ടാണ് ഈ ഹെഡ്ഗേവാർ RSSന്റെ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോകുന്നു, തടവിലാകുന്നു, 1.5 വർഷം പുറത്തായിരുന്നുള്ളൂ. തിരിച്ചു വന്ന് പരാഞ്ജ്പേയി വീണ്ടും ഇദ്ദേഹത്തെ സർസംഘചാലക സ്ഥാനം ഏൽപ്പിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ഗുരുജി ഗോൾവൽക്കറെ 2ാം സർസംഘചാലക് എന്ന് വിളിക്കുന്നത് സാങ്കേതികമായി ശരിയല്ല. 3ാമത്തെയോ 4ാമത്തെയാണ് അദ്ദേഹം. കാരണം ആദ്യ ഹെഡ്ഗേവാർ, പിന്നെ പരാഞ്ജ്പേയി, വീണ്ടും ഹെഡ്ഗേവാർ, അത് കഴിഞ്ഞ് ഗോൾവൽക്കർ. അങ്ങനെയാണ് ആ ഒരു ഹെറാർക്കി വരുന്നത് അല്ലേ? അപ്പോൾ ചരിത്രത്തിലെ ഒരു എൻ്റെ കൗതുകം നിറഞ്ഞ TGയുടെ ഒരു വെർഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തെറ്റായാലും ശരിയായാലും ചരിത്രത്തെ ഇങ്ങനെ വിഭജിക്കാറുണ്ടല്ലോ. ഒരു മുസ്ലിം കാലം, പിന്നെ ഒരു ക്രിസ്ത്യൻ കാലം എന്ന്. ഈ 2 കാലത്ത് നടന്ന 2 കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിം കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഇവിടുത്തെ സ്വത്ത് ഉപയോഗിച്ച് വളരെ ലാവിഷായി ലക്ഷൂറിയസ് ആയിട്ട് ഈ നാട് തന്നെ ഭരിക്കുക എന്നായിരുന്നു ഒരു മുസ്ലിം പീരീഡിലെ ഒരു അജണ്ട എന്ന് തോന്നുന്നു. അക്കാലത്ത് ആണ് ഇപ്പോൾ ഈ പുതിയ നെറേറ്റീവ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും സംസ്കാരത്തെയൊക്കെ തകർത്തു അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതോ രജപുത്രന്മാരോട് എല്ലാ രാജകുടുംബങ്ങളിൽ നിന്നും ജാതിയും മതവും ഒന്നും പരിഗണിക്കാതെ കല്യാണം കഴിച്ച സുൽത്താൻമാരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഒരുമയുണ്ടായിരുന്നില്ല അന്ന്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഒരു ജനതയെ അടിമയാക്കി വയ്ക്കുമ്പോൾ അതിനകത്ത് മിക്സഡ് മാരേജ് നടക്കുക, അത് നടക്കുക, ഇത് നടക്കുക, കുറച്ചൊരു സൗജന്യം എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഒറ്റപ്പെട്ട ഒരാളിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ചിലർ വളരെ, ഇപ്പോൾ ഔറംഗസീബ് വളരെ റൂത്ത്ലെസ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് 70s. ഇപ്പോൾ അതുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതിൽ ഈ ഔറംഗസീബിൻ്റെ കാലഘട്ടമൊക്കെ കാണിക്കുന്നത് ചെങ്കോട്ടയുടെ നടുമുറ്റത്ത് നമ്മളെ ഇരുത്തും. എന്നിട്ട് ചെങ്കോട്ടയിൽ അവിടെ ലൈറ്റ് പ്രകാശിക്കുന്നു, പട്ടാളം മാർച്ച് ചെയ്യുന്നു, അത് കാണിക്കും. അപ്പോൾ അതിൽ ഔറംഗസീബിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ, അത് ഹിന്ദിയിലുണ്ട് ഷോ, ഇംഗ്ലീഷിലുണ്ട് ഷോ. ഞാൻ 77 തുടക്കത്തിൽ, അതോ 76ൻ്റെ അവസാനം മറ്റാണ് ഈ ഷോ കാണുന്നത്. അപ്പോൾ അതിൽ ഇതുണ്ട്, കുറേ പേര് പാട്ടൊക്കെ പാടിപ്പോകുന്നു. അപ്പോൾ ഔറംഗസീബ് സംഗീതം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, വാട്ട് ഈസ് ദാറ്റ്? അപ്പോൾ ഇയാൾ പറയുന്നു, അത് സംഗീതത്തിൻ്റെ ശവശരീരം കൊണ്ടുപോവുകയാണ്. ഔറംഗസീബിൻ്റെ ശബ്ദമാണ്. ആസ്ക് ദം ടു ബറി ഇറ്റ് ഡീപ്പ്. സോ മ്യൂസിക്കിനെ തിരിച്ചു വരാത്ത വിധം ആഴത്തിൽ കുഴിച്ചു മൂടാൻ പറ അവരോട്. അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ്. ഇന്നിപ്പോൾ ഔറംഗസീബ് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ്റെ തലവെട്ടുന്ന സ്ഥിതിയാണിപ്പോൾ. അല്ല സാർ, ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മതഭീകരതയേക്കാൾ എത്രയോ വലുതാണ് മതേതര ഭീകരത. അവർക്കൊരു ഇല്ല, അങ്ങനത്തെ കാര്യം പറയാൻ പാടില്ല. രണ്ടാമത്തെ പാർട്ടിൽ സർ, ഈ ക്രിസ്ത്യൻ പീരീഡിൽ ഇവിടുന്ന് സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നല്ലാതെ അവർ സംസ്കാരത്തിന്റെ മേൽ വലിയ തോതിൽ അട്ടിമറി നടത്തി. അവർ നടത്തിയ വലിയ ഇത് വിദ്യാഭ്യാസ രംഗത്താണ്. അത് അട്ടിമറിയാണോ പുരോഗതിയാണോ?
അട്ടിമറിയാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി ചാത്താം ഹൗസിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്, ഇംഗ്ലണ്ടിൽ പോയിട്ട്. ദ ബ്യൂട്ടിഫുൾ ട്രീ, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ബ്യൂട്ടിഫുൾ ട്രീ, മനോഹര വൃക്ഷം, ഇതാണ്. ഗാന്ധിജി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ വിദ്യാഭ്യാസം മനോഹരമായൊരു വൃക്ഷമായിരുന്നു. അത് നിങ്ങൾ പരിപാലിക്കാൻ, മെച്ചപ്പെടുത്താൻ എന്നുള്ള പേരിൽ അതിൻ്റെ വേര് മാന്തി 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 വെയിൽ തട്ടി വേരുണങ്ങി അത് മറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കൊള്ളരാത്തവരാണ്, കുഴപ്പക്കാരാണ്, നിങ്ങൾ ഞങ്ങളെ തന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കാണാം സാർ. ഇപ്പോൾ ഈ പഴയ ഇതേ പേരിൽ, ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പേരിൽ ഈ ബ്രിട്ടീഷുകാരുടെ അവർ തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ, റിപ്പോർട്ടുകൾ, ഇതെല്ലാം സമാഹരിച്ച് ഡോക്ടർ ധരംപാലിൻ്റെ പുസ്തകമുണ്ട്. ധരംപാലിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്, ബാക്കി മുഴുവൻ റെക്കോർഡ്സാണ്. ഇതിൽ സൗത്ത് കാനറയിലെ കളക്ടർ സാഹിബാണ്. അയാൾ അവിടെ എത്ര സ്കൂളുണ്ട്, എത്ര പേര് പഠിക്കുന്നു, എല്ലാം ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ദളിത് എന്നുള്ള വാക്ക് അന്നില്ല, പക്ഷേ പിന്നോക്ക വിഭാഗം, മുസ്ലിം, പെൺകുട്ടികൾ, ആൺകുട്ടികൾ എത്ര എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ട്. ടിപ്പിക്കൽ നല്ല. അയാൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നു, ഇങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇത് നശിപ്പിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ദേ ടുക്ക് റിപ്പോർട്ട് ഫ്രം ഓൾ കളക്ടേഴ്സ് ബിഫോർ ഡിസ്ട്രോയിങ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. ദേ സ്റ്റഡീഡ് ദ സിസ്റ്റം, ദേ റെക്കോർഡഡ് ഇറ്റ്, ആൻഡ് ദാറ്റ് റെക്കോർഡ് ഈസ് ബീയിങ് യൂസ്ഡ് അഗൈൻസ്റ്റ് ദം. അതെ, അതാണ് സംഭവിക്കുന്നത്. ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പുതിയ തലമുറ ചോദിക്കും സാർ. അതായത് അന്നത്തെ നമ്മുടെ തനിമയാർന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ട്രീയെ തകർത്തു, അല്ലെങ്കിൽ പിഴുതു മാറ്റി പറിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുക. പകരം കളർഫുള്ളായുള്ള ട്രീ അല്ലേ അവർ നട്ടിട്ടുണ്ടാവുക? അല്ല, ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളെ കളയുകയും പുതിയ വെളിച്ചത്തിലേക്ക്, പുതിയ ലോകത്തിലേ അല്ല. ഞാൻ പറയട്ടെ, നാരായണ ഗുരു ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണോ? അദ്ദേഹമാണ് ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങളെ കളഞ്ഞത്. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ എത്ര പേരുണ്ട്? നാരായണ ഗുരുവിൻ്റെ മുട്ടോളം പൊക്കമുള്ള. പക്ഷേ സാർ, നമ്മുടെ ഇവിടുത്തെ അപ്പാർത്തിയുടെ ഈ പറഞ്ഞ അസ്പൃശ്യത, അൺടച്ചബിലിറ്റി തകർക്കുന്നതിൽ, സതി നിർത്തലാക്കുന്നതിൽ ഒക്കെ, ബ്രിട്ടീഷ് റെയിൽവേ കൊണ്ടുവന്നതിൽ, കടൽ ആയിട്ടുള്ള അയിത്തം അവസാനിപ്പിക്കുന്നതിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്ന് തന്നെ തകർത്തതാണ്. കടൽ കടന്ന സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ. എന്ത് ഞൊട്ടി സ്വാമി വിവേകാനന്ദനെ. പറഞ്ഞു കുറേ വിശ്വാസങ്ങൾ, നത്തിങ്, ഒരു പ്രശ്നമുണ്ടായില്ല. വിവേകാനന്ദൻ പൊതുവെ കൂടുതലും അദ്ദേഹം സഞ്ചരിച്ചത് ഫോറിനിലാണ്. എനിവേ, ഞാൻ പറയുന്നത് ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ഇതിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ കുറവാണ്. സയൻസിൻ്റെ കാര്യത്തിൽ സാറി പറഞ്ഞത് ശരിയാണ്. ഓക്കെ. ബാക്കി സാമൂഹ്യ ഇതിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഗാന്ധിയാണ് ശരി എന്ന് TG ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാമരാജ്യം ഇന്ത്യയുടെ ഭാവിയെ ഭാസുരമാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നത്തിലുള്ള ഒരു രാമരാജ്യം, അത് ഗാന്ധിയുടെ രാമരാജ്യം തന്നെ ആയിരിക്കുമോ സാർ? അതിൽ കുറേ ഭേദങ്ങളൊക്കെ ഉണ്ടാവും. ഗാന്ധിയുടെ രാമരാജ്യം കൃത്യമായിട്ട് ഗാന്ധിയും നിർവഹിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്തായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ജീവിത മാതൃകയിൽ അതുണ്ട്. നമ്മൾ ഇപ്പോൾ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷൻ. അതാണ് രാമരാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നാളെ രാവിലെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വി വിൽ സ്ട്രൈവ് ടുവേഴ്സ് ദാറ്റ്. ഒരു പക്ഷേ മനുഷ്യരാശി മൊത്തം ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണില്ല. ഒരു നവകാലി പോലെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ വലിയ തോതിൽ അക്രമം നടക്കുമ്പോൾ, കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടക്കുമ്പോൾ, ന്യൂനപക്ഷങ്ങളുടെ കൂടെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാമൻ, അല്ലെങ്കിൽ രാമരാജ്യോപാസകൻ, അങ്ങനെ ഒരു രാജ്യമായിരിക്കുമോ മോദിയുടെയും സങ്കല്പത്തിൽ ഉണ്ടാവുക? ഈ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പരിഗണന? ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ്? എണ്ണത്തിൽ കുറവ് ഇതാണ്. അതാണ്, അല്ലാതെ ന്യൂനതയുള്ളതുകൊണ്ടല്ല. ജസ്റ്റിസ് KT തോമസ് പറയുന്നുണ്ട്, ന്യൂനതയുള്ളവരാണ് ന്യൂനപക്ഷം, അല്ലാതെ എണ്ണത്തിൽ കുറവുള്ളവരല്ല. കാരണം എണ്ണത്തിൽ കുറവാണെങ്കിൽ യു ക്യാൻ ബി പവർഫുൾ. ബ്രിട്ടീഷുകാർ എണ്ണത്തിൽ കുറവായിരുന്നു, വർഷം എത്ര ഭരിച്ചു അവരുടെ, അവർക്ക് ന്യൂനപക്ഷ സംവരണം. പക്ഷേ ഡെമോക്രസിയിൽ അത് ബാധകമാണോ സർ? ഡെമോക്രസിയിൽ എണ്ണം തന്നെയല്ലേ പ്രധാനം? ഡെമോക്രസിയിലെ എണ്ണം വരുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്യുമ്പോഴാണ്. അതർവൈസ് എണ്ണത്തിന് എന്താ പ്രസക്തി? മറ്റു കാര്യങ്ങളിലില്ല. 25 പേരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്ന ചട്ടം ബേയില്ലേ? സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ഇഷ്യൂലില്ല. ഇത് അംബേദ്കർ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. എനിവേ,
അങ്ങോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ പറ്റില്ല. നീണ്ടുപോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.